ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ പോസ്റ്റിൻ്റെ GDS റിക്രൂട്ട്മെൻറ്റ് 2023 ആ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാമീൺ ഡാക് സേവക്, അതായത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആൻഡ് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒരു എക്സാമിൻ്റെ ബേസിസിലല്ല. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അതായത് നമ്മൾക്ക് 10ാം ക്ലാസ്സിൽ ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ ബേസിസിലാണത്. അതായത് 10th മാർക്കിൻ്റെ മെറിറ്റ് ബേസിസിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ 10th നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ ബേസിസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവും. അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ വേക്കൻസി നോക്കുക. ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ ഉള്ളത് 12,828 വേക്കൻസിയാണ് ഉള്ളത്. ഇതിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന പോസ്റ്റിലേക്ക് 5,746 വേക്കൻസിയും അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആ ഒരു പോസ്റ്റിലേക്ക് 7,082 വേക്കൻസിയാണുള്ളത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യ 12,828 വേക്കൻസിയാണ് ഉള്ളത്. ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അതിന് പറയുന്നത് 12,000 മുതൽ 29,380 വരെയാണ് പേ സ്കെയിൽ വരുന്നത്. അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് 10,000 to 24,000 ആണ് പറയുന്ന സാലറി. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. 10th നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ 10th ആണ് ഇതിൻ്റെ 10th സ്റ്റാൻഡേർഡാണ് ഇതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതിൽ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഉൾപ്പെടുന്ന 10th അതാണ് പറയുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. പിന്നെ നമ്മൾ ഏത് സർക്കിളിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. അതർ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് നോളജ് ഓഫ് കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടർ ബേസിക് നോളജ് ആണ് പറയുന്നത്. പിന്നെ നോളജ് ഓഫ് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ അഡീക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അതായത് മറ്റൊരു ജീവിതോപാധി കൂടിയുള്ള ആളായിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുക. ജനറൽ അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെഷൻസ് അതിന് പറയുന്ന ഏജ് ലിമിറ്റ് 18 to 40 ഇയേഴ്സ് ആണ്. അതായത് 18നും 40നും ഇടയ്ക്ക് പ്രായമാണ് പറയുന്ന ഏജ് ലിമിറ്റ്. ഇനി OBC 18 മുതൽ 43 വയസ്സ് വരെയാണ് OBC കാൻഡിഡേറ്റ്സിന് പറയുന്ന ഏജ് ലിമിറ്റ്. SC/ST അത് 18 to 45 ഇയേഴ്സ് അതാണ് പറയുന്ന ഏജ് ലിമിറ്റ്. പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് അത് 18 to 50, 53 ആൻഡ് 55 അങ്ങനെയാണ് പറയുന്ന ഏജ് ലിമിറ്റ്. ഇനി ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. അത് ഓരോ കാറ്റഗറീസിനും എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, അതായത് SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് കിട്ടാൻ പോകുന്നത്. അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അതായത് OBCക്ക് 3 വർഷത്തെയും, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് അതിന് 10 വർഷത്തെയും, പിന്നെ OBCയിലുള്ള പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസിന് 13 വർഷത്തെയും, SC/STയിലുള്ള പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസിന് 15 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കിട്ടും. നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഇന്ത്യ പോസ്റ്റ് GDS.online.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് മെയ് 22 സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ് 22 മുതൽ ജൂൺ 11 വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം നമുക്ക് തരുന്നുണ്ട്. അത് വരുന്നത് ജൂൺ 12 to ജൂൺ 14 അപ്പോൾ ജൂൺ 12നും ജൂൺ 14നും ഇടയ്ക്കായിട്ട് നമ്മൾക്ക് കറക്ഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം അതാണ് പറയുന്നത്, ജൂൺ 12 മുതൽ ജൂൺ 14 വരെ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്, അത് 100 രൂപയാണ്.
ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് കാൻഡിഡേറ്റ്സിനും ഈ പറയുന്ന ഫീസില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് ജനറൽ കാറ്റഗറിക്കാണ് ഈ പറയുന്ന 100 രൂപ ഫീസ് വരുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ വരുന്ന ഒരു വിൻഡോ ആണിത്. ഇതിൽ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നമ്മളുടെ നെയിം, ഫാദേഴ്സ് അല്ലെങ്കിൽ മദേഴ്സ് നെയിം, അത് 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കമ്മ്യൂണിറ്റി, ഏത് സർക്കിളിലാണോ നമ്മൾ 10th പാസ്സായിരിക്കുന്നത്, ഏത് സർക്കിളിലാണ് നമ്മളുടെ സ്കൂൾ ഏത് സർക്കിളിലാണോ വരുന്നത് അതാണ് സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാസ്സായിട്ടുള്ള ഇയർ, പിന്നെ വരുന്ന ഒരു ടെക്സ്റ്റും ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അതാണ് നമ്മൾ പിന്നീട് ഉപയോഗിക്കേണ്ടത്. പിന്നീട് വരുന്ന ഓരോ സ്റ്റെപ്പിലും ഉപയോഗിക്കേണ്ടത് ആ കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പറാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സർക്കിളിലേക്ക്, ഇപ്പോൾ എറണാകുളമാണ് സർക്കിൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നെ സെലക്ട് സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള വിൻഡോ ആണ് വരുന്നത്. പിന്നെ പ്രിഫറൻസ് സെറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും. ഇനി എസെൻഷ്യലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട 2 ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും. അപ്പോൾ അതിൻ്റെ സൈസ് പറയുന്നത് റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് നോട്ട് എക്സീഡിങ് 50 KB, 50 KBക്ക് താഴെയുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി സിഗ്നേച്ചർ പറയുന്നത് നോട്ട് എക്സീഡിങ് 20 KB, 20 KBക്ക് താഴെയുള്ള ഫോട്ടോയാണ് സിഗ്നേച്ചറാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് രണ്ടും മാൻഡേറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട 2 ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ താല്പര്യമുള്ള എലിജിബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, മെയ് 22 ആണ്. ജൂൺ 11 വരെ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.